ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ സീസണിലെ 6ാം തോൽവി തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആരാധകൻ മാർക്കസ് ബെർഗലോവിനോട് മൈക്കിൾ സ്റ്റാറെ സാക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് സാക്ക് ചെയ്യുമെന്നുള്ള ന്യൂസ് പരക്കുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ചോദിച്ചപ്പോൾ മാർക്കസ് ബെർഗലോവ് പ്രതികരിച്ചിരിക്കുകയാണ്. നോട്ട് ട്രൂ എന്നാണ് മാർക്കസ് ബെർഗലോവ് പ്രതികരിച്ചിട്ടുള്ളത്. സീസണിലെ 6ാം തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സീസൺ ഉടനെ മൈക്കിൾ സ്റ്റാറെ സാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ അടുത്ത മത്സരം വരാൻ പോകുന്നത് മുഹമ്മദൻ സൂപ്പർ ജയൻസുമായിട്ടാണ്. ആ ഒരു മത്സരം കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 7ാം തോൽവിയാണ് ഈ സീസൺ നേരിടുന്നത്. അതോടുകൂടി കോച്ചിനെ സാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ വെച്ച് കോച്ചിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഇമ്പ്രൂവ് ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ISL 14ാം സീസണാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 14 സീസണിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കോച്ചിനെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ്. പുതിയ കോച്ചുമാരെ കൊണ്ടുവന്നിട്ടുള്ള ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഇതുവരെ ഒരു കപ്പ് പോലും നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കോച്ചുമാരെ മാറ്റുന്നതിലല്ല പ്രാധാന്യം, പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിൽ നമുക്ക് പാളിച്ച് പറ്റുള്ളൂ. പ്ലേയേഴ്സിനെ നമ്മൾ ഓരോ ട്രാൻസ്ഫർ വിൻഡോയിലും ഇന്ത്യൻ പ്ലേയേഴ്സ്, എസ്പെഷ്യലി ഇന്ത്യൻ പ്ലേയേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നതിനാണ് നമ്മുടെ ടീമിന് കോച്ചുമാർക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാക്കാനായി സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ കോച്ചിൻ്റെ മൈക്കിൾ സ്റ്റാറുടെ ഭാഗത്തൊന്നും വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മൈക്കിൾ സ്റ്റാറെ നമ്മൾ ഒരു സീസൺ തുടങ്ങുന്ന തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു സീസൺ തുടങ്ങുന്ന തന്നെ ബ്ലാസ്റ്റേഴ്സ് സീസൺ തുടങ്ങുന്നത് എല്ലാ സീസൺ തുടങ്ങുമ്പോഴത്തില്ല എല്ലാ ടീമുകളും പ്രാക്ടീസ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളുടെ ടീം ട്രെയിനിങ് തുടങ്ങാറുണ്ട്. ഏറ്റവും ആദ്യം പ്രീ സീസൺ തുടങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും. എന്നിട്ടും ഇതുവരെ മൈക്കിൾ സ്റ്റാറേക്കൊരു സ്ട്രോങ് ആയ ഫസ്റ്റ് ഇലവൻ കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. ISL മുമ്പ് ടൂറിംഗ് കപ്പ് ഉണ്ടായിരുന്നു. ടൂറിംഗ് കപ്പ് കളിച്ചിട്ടുണ്ടാണ്. പിന്നെ ISL ഇപ്പം ISL ഇത്ര കളിയായിട്ടും ഇതുവരെ ഒരു ഫസ്റ്റ് ഇലവൻ കണ്ടെത്താനായി മൈക്കിൾ സ്റ്റാറേക്ക് ആയിട്ടില്ല. നമുക്കറിയാം, ഇവാൻ മുക്കോവലോവിച്ചിൻ്റെ കീഴിലായിരുന്നു ഇതിൻ്റെ മുമ്പ് ബ്ലാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. ഇവാൻ മുക്കോവലോവിച്ച് സ്ഥിരമായിട്ട് ടോപ്പ് 6 എത്തിച്ചിരുന്ന സ്ക്വാഡാണ് ബ്ലാസ്റ്റേഴ്സ്. ഒരു ഫൈനൽ ഉൾപ്പെടെ കളിപ്പിച്ച ഇവാൻ മുക്കോവലോവിച്ചിനെ സാക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൈക്കിൾ സ്റ്റാറെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത്ര കളികളായിട്ടും മൈക്കിൾ സ്റ്റാറേക്ക് ഒരു സ്ട്രോങ് ആയ രീതിവരം പോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിലൊക്കെ മാനേജ്മെൻറ്റ് ജനുവരിയിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടാക്കിയൊക്കെ തന്നെയാണ് ഈ ഒരു സീസണിൽ മുന്നോട്ട് പോവുള്ളൂ. എന്നാൽ ഈ ഒരു സീസൺ ഇനി ടോപ്പ് 6 ഒന്നും ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. 12 പോയിന്റുകൾ മാത്രമേ 12 കളികളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാനായി സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി കോച്ചിന് ഏതായാലും മുഹമ്മദാൻ്റെ മത്സരം ഈ നിലക്ക് ബംഗളൂരു സിറ്റിനെ കളിച്ച പോലെ കളിക്കുകയും എത്ര ഗോൾ കിട്ടുമെന്ന് മാത്രമേ നോക്കലുള്ളൂ. അപ്പോൾ മുഹമ്മദായിട്ട് കളിച്ചിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കോച്ചിനെ സാക്ക് ചെയ്യൽ നടക്കും. പക്ഷെ കോച്ചിനെ സാക്ക് ചെയ്തിട്ട് മാത്രം അടുത്ത സീസൺ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന കാര്യമില്ല. പ്ലേയേഴ്സിനെ കൊണ്ടുവരണം ട്രാൻസ്ഫർ വിൻഡോയിൽ. നമുക്ക് അതിന് നല്ലൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇന്നലെ നമ്മൾ തോൽപ്പിച്ച ബംഗളൂരു എഫ് സി കഴിഞ്ഞ സീസണിൽ മോശം പെർഫോമൻസ് ആയപ്പോൾ കോച്ചിനെ സാക്ക് ചെയ്തു. എന്നിട്ട് അവരിപ്പോഴത്തെ കോച്ചിനെ കൊണ്ടുവന്നിട്ട് പ്ലേയേഴ്സിനെ ജനുവരിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഈ സീസണിൽ അവർ സ്ട്രോങ് ആയി ഇപ്പോൾ ടോപ്പ് 1 ക്ലബ്ബാണ്. അങ്ങനെയാണ് ഒരു ടീമിനെ സെറ്റാക്കി എടുക്കുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നതിനാണ് ബെഞ്ച് സ്ട്രെങ്ത് കൊണ്ടുവരാനായി പറ്റുള്ളൂ. നമ്മളുടെ മാനേജ്മെൻറ്റ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരുമെന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം.